പരകായം മാനവപ്പിറവി എന്നീ 2 നോവലുകൾക്ക് ശേഷം ആസിഫ് എഴുതുന്ന 3ാമത്തെ നോവലാണ് മൺഡേ. പരകായം ഒരു ക്രൈം ത്രില്ലറായിരുന്നു, മാനവപ്പിറവി ഒരു സയൻസ് ഫിക്ഷൻ. എഴുതുന്ന ഓരോ നോവലിലും വ്യത്യസ്ത ജോണറുകൾ ട്രൈ ചെയ്യണമെന്ന് നിർബന്ധമുള്ള എഴുത്തുകാരിൽ ഒരാളാണ് ആസിഫ്. അതുകൊണ്ടായിരിക്കണം 3ാമത്തെ നോവലായ മൺഡേയിൽ ഒന്നിലധികം ജോണറുകൾ അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കിയത്. കഥാപാത്രങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തെപ്പറ്റിയും പ്രണയത്തെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിക്കൊണ്ടാണ് അദ്ദേഹം നോവൽ ആരംഭിക്കുന്നത്. എന്നാൽ പ്രധാന പ്ലോട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രി ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളും നേരിടാൻ പോകുന്ന പ്രതിസന്ധികളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ നോവൽ എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കഥയുടെ അവസാന പേജുകളിലേക്ക് എത്തുമ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രം നടത്തുന്ന ഒരു യാത്രയും അതിൽ അദ്ദേഹം കടന്നു പോകുന്ന നാടുകളും പരിചയപ്പെടുന്ന വ്യക്തികളും അനുഭവിച്ചറിയുന്ന സംസ്കാരങ്ങളും എല്ലാം എല്ലാത്തരം വായനക്കാരെ ഒരുപോലെ ഇമോഷണലി കണക്ട് ആക്കുന്ന രീതിയിൽ എഴുതി തീർക്കാൻ ആസിഫിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മോട്ടിവേഷണൽ പ്ലസ് സർവൈവൽ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു നോവലായിട്ടാണ് തോന്നിയത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് ബാംഗ്ലൂർ പോലുള്ള നഗരത്തിൽ 5 സാലറിയിൽ ജോലി ചെയ്യുന്ന ഇന്നത്തെ തലമുറയിലെ എത്ര യുവാക്കൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും? ഭൂരിഭാഗം പേരും ആയിരിക്കില്ല. കാരണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ അവർ ആ സേഫ് സോൺ വിട്ട് പുറത്ത് കിടക്കണം. അങ്ങനെ റിസ്ക് എടുത്ത 5 ചെറുപ്പക്കാരുടെ കഥയാണ് ആസിഫ് മൺഡേയിലൂടെ പറയുന്നത്. അരുണും തൻ്റെ 4 സുഹൃത്തുക്കളും ബാംഗ്ലൂരിലെ തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് അവിടെ തന്നെ ഒരു ചെറിയൊരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ആരംഭിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവരുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഒരു സ്മാർട്ട് അപ്ഗ്രേഡേഷൻ, അതായിരുന്നു അവരുടെ ബിസിനസ് ഐഡിയ പുതുമയുള്ളതായതുകൊണ്ടും തോറ്റുകൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും നിസ്സാര കാലയളവിൽ തന്നെ ലക്ഷങ്ങളും കോടികളും ടേൺ ഓവറുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് അവരുടെ ബിസിനസ് സംരംഭം മാറി. എന്നാൽ ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും അവരുടെ ചതികൾ നേരിടാനുമുള്ള എക്സ്പീരിയൻസ് അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവരുടെ ബാലൻസ് ഷീറ്റിൽ നഷ്ടങ്ങൾ വന്നു തുടങ്ങി. ആ നഷ്ടങ്ങൾ ഒരിക്കലും നികത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോടെ അവരുടെ സ്വപ്നമായ ആ ബിസിനസ് സ്ഥാപനം കോർപ്പറേറ്റ് ലോകത്ത് തന്നെ എഴുതി കൊടുത്തിട്ട് അവർക്ക് പടിയിറങ്ങേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ബിസിനസ്സും കുടുംബവും സൗഹൃദവും 5 സുഹൃത്തുക്കളും 5 വഴിക്ക് പിരിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ യാത്രകളാണ്. അരുണും ഇവിടെ തിരഞ്ഞെടുക്കുന്ന അങ്ങനൊരു യാത്രയാണ്. തൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചു പിടിക്കാനുള്ള യാത്ര. പേജുകളുടെ എണ്ണമോ പുസ്തകത്തിന്റെ വലിപ്പമോ നോക്കാതെ എല്ലാത്തരം വായനക്കാരെ ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന ചുരുക്കം ചില നോവലുകളിലൊന്ന് മാനവത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആസിഫ് എഴുതിയ മൺഡേ. വായിക്കാത്തവർ വായിക്കുക.